ഈശോ മിശിഹായിൽ വാത്സല്യഭാജനങ്ങളായ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം, ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതം നമുക്കറിയാം. അവൻ ദർശനങ്ങളുടെ പിതാവായിരുന്നു. വലിയ ഉൾക്കാഴ്ചയോടെ അവൻ പറയുന്ന ഒരു വചനമുണ്ട്, ഉൽപ്പത്തി 45:5. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. പൊട്ടക്കിണറ്റിലെ അനുഭവം, കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ട അനുഭവം, പൊത്തിഫറിൻ്റെ ഭാര്യയിൽ നിന്നുള്ള തിക്താനുഭവം, തെറ്റുകാരൻ അല്ലാതിരുന്നിട്ടും അനുഭവിക്കേണ്ടി വന്ന ജയിൽവാസം, ഇതെല്ലാമാണ് അവൻ്റെയും മറ്റുള്ളവരുടെയും ജീവൻ നിലനിർത്താൻ കാരണമായി തീർന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. അനേകം പേര് പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിച്ച് അനുഗ്രഹം സ്വീകരിച്ച ഒത്തിരിയേറെ പേരുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാത്തിൻ്റെ ജീവിതത്തിലെ ദൈവഗതാനുസൃതമായ കഷ്ടപ്പാടിൻ്റെ യാത്രകൾ ജീവനിലേക്ക് നയിക്കുന്നതായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മോശയുടെ നേതൃത്വത്തിലുള്ള തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്കുള്ള യാത്ര 40 സംവത്സരങ്ങളിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്രയായിരുന്നു. യാക്കോബ് ഇസ്രായേലായി പരിണമിക്കുന്ന യാത്ര മൽപ്പിടുത്തങ്ങളുടേതായിരുന്നു. വൈകല്യങ്ങളുടെ ജീവിതത്തെ മറികടക്കാൻ മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു. സ്വർഗരാജ്യം ബലവശമാണ്. ബലം പ്രയോഗിക്കുന്നവർക്കേ അതിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. സമരസഭയിൽ അംഗങ്ങളായ നമ്മൾ സമരം ചെയ്താലേ, പടവെട്ടിയാലേ വിജയസഭയിലെ, അതായത് സ്വർഗരാജ്യത്തിലെ അംഗങ്ങളായി തീരുകയുള്ളൂ. നോമ്പുകാലം അതിനുവേണ്ടിയുള്ളതാണ്. നോവ്, വേദന ഏറ്റെടുക്കണം സന്തോഷത്തോടെ. ജീവൻ നേടാൻ സഹനങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ കടന്നു പോകണം. ഫലം പുറപ്പെടുവിക്കാൻ വെട്ടിയൊരുക്കപ്പെടണം. രുചിയേറുവാൻ തീയിൽ പൊരിക്കണം. തങ്കമാകുവാൻ തീയിൽ ഉരുക്കണം. മൂർച്ച കൂട്ടുവാൻ രാഗിയെടുക്കണം. തിളങ്ങുവാൻ കല്ലിൽ അലക്കണം. അതിനുവേണ്ടിയാണ് നോമ്പും തപസ്സും ഉപവാസവുമൊക്കെ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, അവരുടേത് കൂടി തൻ്റേതാക്കണം എന്ന ചിന്തയോടുകൂടി അഴിമതിയിലൂടെ, കൈക്കൂലിയിലൂടെ, കൊള്ളപ്പലിശയിലൂടെ, അങ്ങനെ വിശാലമായ വഴിയിലൂടെ നാശത്തിലേക്ക്, മരണത്തിലേക്ക്, നരകാവസ്ഥയിലേക്ക് പോകാതെ ഇടുങ്ങിയ വാതിലിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, നോവിലൂടെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ യാത്ര ചെയ്ത് ജീവനിലേക്ക് പ്രവേശിക്കാം. സ്തുതിയായിരിക്കട്ടെ.